നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ കുറേ പേര് മുന്നേ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇഡ്ഡലി പാത്രത്തിനകത്ത് വളരെ സിമ്പിളായിട്ട് വൈകുന്നേരമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമുള്ളൊരു കേക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശരിക്കും ഇതിനകത്ത് നമ്മൾ മൈദ ഉപയോഗിക്കുന്നില്ല, അതുപോലെ മുട്ടയൊന്നും ചേർക്കുന്നില്ല. ഗോതമ്പ് പൊടി വെച്ചിട്ട് ഒരു 15-20 മിനിറ്റിനുള്ളിൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ഉണ്ടാക്കി നോക്കുക. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ ഇനി ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായി കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും അതിൻ്റെ കൂടെ ഓപ്പണായി വരുന്ന ബോക്സിൽ ഓൾ എന്ന് ടിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ചോക്കോ ലാവ ഇഡ്ഡലി കേക്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ടേക്ക് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 60 ml ആണ് കേട്ടോ ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള പാല് തന്നെ ചേർക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ബട്ടർ മിൽക്ക് റെഡിയാക്കി എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്തോട്ടേക്ക് ഒരു 1/2 ടീസ്പൂൺ അടുത്ത് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ബട്ടർ മിൽക്ക് റെഡിയായി വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ടാണ് നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്നത്. ഒരു പാത്രത്തിനകത്ത് വളരെ കുറച്ച് വെള്ളം വെക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം ഒന്ന് തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ ഒരു ബൗൾ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുക. ഇതിനകത്തോട്ടേക്ക് ഞാൻ ചോക്ലേറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 50 ഗ്രാമിനടുത്ത് ചോക്ലേറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സാധാരണ ഡാർക്ക് ചോക്ലേറ്റ് ബാർ വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഡയറി മിൽക്കൊക്കെ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഡബിൾ ബോയിലിംഗ് ചെയ്യരുത്. അപ്പോൾ ചോക്ലേറ്റ് ചിലപ്പോൾ ഒന്ന് ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിനെ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബട്ടർ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/4 കപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പൊടിച്ചതിന് ശേഷമുള്ള അളവാണ് കേട്ടോ പറയുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പഞ്ചസാരയും അതുപോലെ പാലുമായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണിനടുത്ത് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഓയിലുമായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദയിലും ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് കൊക്കോ പൗഡർ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാൻ കാഡ്ബറിയുടെ കൊക്കോ പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 2 പിഞ്ച് ബേക്കിംഗ് സോഡ ചേർക്കാം. ഒരു 2 പിഞ്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരിച്ചിട്ട് നമ്മുടെ പാലൊക്കെ ഉള്ള ഈ ഒരു മിക്സിനകത്തോട്ടേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു തവിയോ അതല്ലെങ്കിൽ വിസ്കോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഒട്ടും കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ ഇതുപോലെ വേണം നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം യോജിച്ചതിന് ശേഷം പിന്നെ വീണ്ടും കുത്തി ഇളക്കി കൊടുക്കരുത്. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയില്ല. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ ഉപയോഗിച്ചത് ഡാർക്ക് കൊക്കോ പൗഡർ ഒന്നുമല്ല. നിങ്ങളുടെ കയ്യിൽ ഡാർക്ക് ആയിട്ടുള്ളതുണ്ടെങ്കിൽ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇനി ഇതെങ്ങനെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ചോക്ലേറ്റാണിത്. ഇത് ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ റോൾസ് ആക്കിയിട്ട് ഒന്ന് റെഡിയാക്കി എടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ഇതുപോലെയുള്ള ഇഡ്ഡലി പാത്രത്തിനകത്ത് വെച്ചിട്ടാണ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഞാനൊന്ന് വെജിറ്റബിൾ ഓയിൽ വെച്ചൊന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഇത്തിരി ഓയിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഒരു ഡ്രോപ്പൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ 1 ടേബിൾ സ്പൂൺ വെച്ചിട്ട് ഓരോന്നിനകത്തും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഡ്ഡലി തട്ടിൽ ഈ ഒരു പാത്രത്തിനകത്ത് പകരം വേണമെങ്കിൽ ചെറിയ ചെറിയ ബൗളിനകത്താക്കിയിട്ട് വേണമെങ്കിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂണിനടുത്ത് ബാറ്റർ നമുക്ക് ഇതിനകത്തോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി ചേർത്ത് കൊടുക്കരുത്, കാരണം ഇത് പൊങ്ങി വരും. ഇനി നമ്മൾ റോൾ ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ഇതിനകത്തോട്ടേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ റോൾ ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ഇതുപോലെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു ഇത്തിരി ബാറ്റർ വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. ഒത്തിരി ഉപയോഗിക്കരുത്. നമ്മുടെ ഈ ചോക്ലേറ്റ് ഒന്ന് കവറായി കിട്ടാനുള്ള പാകത്തിന് മാത്രം കണ്ടില്ലേ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത തട്ടിലും ഒന്ന് ബാറ്റർ ഒഴിച്ച് സെറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ
അപ്പോൾ രണ്ടും ഞാനൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് തറയിൽ വെച്ചിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കളഞ്ഞെടുക്കാം. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബാറ്ററിനകത്ത് ഒരു ഇത്തിരി വാനില എസൻസ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനത് ആഡ് ചെയ്യുന്നത് കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കുക. അതല്ലെങ്കിൽ ഗോതമ്പൊടിയുടെ ഒരു കുത്തലുണ്ടാവാൻ ചാൻസ് ഉണ്ട്. വാനില എസൻസ് ഒരു ഇത്തിരി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബേക്ക് ചെയ്തെടുക്കുന്നതിനായിട്ട് ഞാൻ ഇഡ്ഡലി പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ടേക്ക് കുറച്ച് ഉപ്പ് വിതറി കൊടുത്തിട്ടുണ്ട്. ഉപ്പോ മണലോ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇതല്ലെങ്കിൽ ഇഡ്ഡലി പാത്രം അല്ലെങ്കിൽ സോസ് പാനിൽ വെച്ചിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ ഉപ്പോ മണലൊന്നും വിതറി കൊടുക്കാതെ വേണമെങ്കിലും നമുക്ക് റെഡിയാക്കി എടുക്കാം. ഒരു സ്റ്റാൻഡ് താഴെ ഭാഗത്തായിട്ടൊന്ന് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി പാത്രം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിനകത്തോട്ടേക്കൊന്ന് ഇറക്കി വെക്കാം. അടുത്ത സെറ്റ് കൂടി വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 15 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്തെടുക്കാൻ എടുക്കുന്ന സമയം. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ശരിക്കും 15 മിനിറ്റേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാനൊരു സ്റ്റിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ക്ലിയർ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഇത് പാത്രത്തിനകത്ത് നിന്ന് മാറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ കേക്ക് നല്ലതുപോലെ ചൂടാറി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് പാത്രത്തിനകത്ത് നിന്നൊന്ന് മാറ്റാം. അപ്പോൾ ഒരു പീസ് ഞാൻ പാത്രത്തിനകത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇതിനകത്തുള്ള ചോക്ലേറ്റ് ഒക്കെ കണ്ടില്ലേ, ഇതിനകത്ത് നിന്ന് മെൽറ്റായി വരുന്നുണ്ട്. ശരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു കേക്ക് ഉള്ളത്. ഇനി ഇത് 2 പീസായിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്കോ ലാവ ഇഡ്ഡലി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടം. പിന്നെ ഗോതമ്പ് പൊടി വെച്ച് ചെയ്യുന്നതായതുകൊണ്ട് ഒന്നുകൂടി നല്ലതാണ്. പിന്നെ ഇതിനകത്ത് ബേക്കിംഗ് സോഡ ചേർക്കേണ്ടത് നിർബന്ധമില്ല കേട്ടോ. വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. കാരണം നമ്മൾ ബട്ടർ മിൽക്ക് റെഡിയാക്കിയിട്ടാണ് ഈ റെസിപ്പി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബേക്കിംഗ് പൗഡർ മാത്രം വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനി നല്ലൊരു വെറൈറ്റി ഡിഷായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.